വിലയ്ക്ക് വാങ്ങിയ ന്യൂസ് മേക്കർ അവാർഡ് 2025. രണ്ടാഴ്ച മുമ്പ് i2i ന്യൂസ് പറഞ്ഞ കാര്യം ഇന്നിതാ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. രണ്ടാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, മലയാള മനോരമയുടെ ഇത്തവണത്തെ ന്യൂസ് മേക്കർ മറ്റാരുമായിരിക്കില്ല, വി.ഡി. സതീശനായിരിക്കും. കാരണം അതിനുവേണ്ടിയുള്ള ആ ഡീലുകളെല്ലാം നടന്നു. അതിനുവേണ്ടിയാണ് മറ്റ് സഹ കണ്ടസ്റ്റൻസ് എല്ലാം ഇത്തവണ സതീശനെയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അന്ന് ഇത് യാഥാർത്ഥ്യമായി. ഇന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജ് കണ്ട എല്ലാവരും മൂക്കത്ത് കൈവച്ചു. കുറെ പേരെങ്കിലും കരുതിയിരുന്നു ഈ മലയാള മനോരമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് കുറച്ചെങ്കിലും ക്രെഡിബിലിറ്റി ഒക്കെ കാണുമെന്ന് പറഞ്ഞത് ഇത് വെറും കച്ചവടമാണ്. പത്രക്കച്ചവടം നഷ്ടമാകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ TV ചാനൽ മൊത്തത്തിൽ നഷ്ടമാണ്. പ്രസ്ഥാനം ഓടിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലത്തെ അവാർഡ് കച്ചവടം നടത്തിയെങ്കിലേ ഈ സ്ഥാപനത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ ആയിരുന്നു വി.ഡി. സതീശനെ പോലെയുള്ള ഒരാൾക്ക് ന്യൂസ് മേക്കർ 2025 അവാർഡ് മനോരമ ചാർത്തി കൊടുത്തത്. ഞാനും പല പബ്ലിക്കേഷനുകളുടെയും മാർക്കറ്റിംഗ് മേധാവിയായി പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് എന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. ആ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള അവാർഡ് കച്ചവടങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഇതിനകത്തെ സകല തരികടകളും ഇതിൻ്റെ മോഡസ് ഓപ്പറാണ്ടിയും എല്ലാം വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ പറയുന്നതിനെ ഇവർക്ക് ഒരിക്കലും ഖണ്ഡിക്കാൻ പറ്റത്തില്ല. ഖണ്ഡിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മാധ്യമ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണം. എനിക്കെതിരെ ഉറപ്പുണ്ടെങ്കിൽ കേസ് കൊടുക്കണം. ഞാനത് കോടതിയിൽ പ്രൂവ് ചെയ്യുവാൻ തയ്യാറാണ്. 2008 മുതലാണെന്ന് തോന്നുന്നു ഇവർ ന്യൂസ് മേക്കർ അവാർഡ് കൊടുക്കുന്നു. ഒരു തവണ 2018 ഓഖി ദുരന്തം ഉണ്ടായ സമയത്താണ് തോന്നുന്നു, അന്ന് മത്സ്യത്തൊഴിലാളികൾക്കായിരുന്നു ഇവർ അവാർഡ് കൊടുത്തിരുന്നത്. ഇടയ്ക്ക് ഇതിനെ ഒന്ന് ഒബ്ജക്റ്റീവ് ആക്കുവാൻ ഒക്കെ മനോരമ ശ്രമം നടത്തുവാറുണ്ട്. അത് വളരെ ശ്ലാഘനീയവുമാണ്. എന്നാൽ ഇത്തവണ ലോകമെമ്പാടുമുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം, ഇത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രി കസേര മോഹി പഴയ ലാംബി സ്കൂട്ടറിൽ നടന്ന ആ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ എന്ന ഇമേജ് മാറ്റി ഒരു മേക്ക് ഓവർ ഉണ്ടായി. താനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, വളരെ ഇമേജുള്ള മനുഷ്യനാണ്, വളരെ ജനങ്ങളുടെ ഇടയിൽ വളരെ പോപ്പുലാരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് എന്ന് വരുത്തി തീർക്കുവാൻ പറഞ്ഞ കോടി കൊടുത്ത് അയാൾ ആ അവാർഡ് വാങ്ങിയ ആ നാണം കെട്ട ഒരു സംഭവത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. നോക്കുക, മലയാള മനോരമ എങ്ങനെയാണ് ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന അധമനെ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് വ്യക്തമാക്കണം. ഇതിന്റെ ഈ കോണ്ടസ്റ്റ് സാങ്കേതികമായി ഇവർക്ക് ഒരു പക്ഷേ പറയുവാൻ പറ്റും, പക്ഷേ അത് പൊളിച്ചെടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ പിന്നാമ്പുറത്തുള്ള ഇത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇപ്രകാരം ഒരു അവാർഡ് പ്രഖ്യാപിച്ചത് എന്ന് മനോരമ കൃത്യമായി പറയണം. അത് പൊളിച്ചെടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് ജനങ്ങൾ വോട്ടിങ്ങിലൂടെയാണ് തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്, അവരുടെ അഭിപ്രായം എങ്ങനെയാണ് രേഖപ്പെടുത്തിയത്, എന്ത് മെക്കാനിസത്തിലൂടെയാണ്, ഓരോ കണ്ടസ്റ്റന്റിനും എത്ര വോട്ടുകൾ ലഭിച്ചു, അതിൻ്റെ ആ ഡേറ്റാബേസ് മുഴുവൻ മലയാള മനോരമ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഈ അധമനെ പണം മേടിച്ച് നമ്മുടെ അറിവനുസരിച്ച് 3 കോടി രൂപയ്ക്കാണ് ഈ അവാർഡ് കച്ചവടം നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ ഈ പരിപാടിയുടെ സ്പോൺസർ ആരായിരുന്നു? കേരളത്തിലെ തന്നെ ഒരു തീവട്ടി, ഒരു ഫിനാൻസ് സ്ഥാപനം. ഇവരുടെ ദുബൈയിലെ പരിപാടിക്ക് വേണ്ടിയാണ് അന്ന് കേരളത്തിൽ ഈ പല വിഷയങ്ങളും ആളിക്കത്തിക്കൊണ്ടിരുന്നപ്പോൾ വലിയൊരു വിവാദമുണ്ടായി. അന്ന് നിന്ന നിപ്പിൽ ഈ വി.ഡി. സതീശൻ പോയത് ഇവരുടെ ദുബൈയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായിരുന്നു. ഈ സ്പോൺസറായ ഈ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഈ ഫിനാൻസ് സ്ഥാപനമാണ് കോൺഗ്രസിന് വേണ്ടി ജനങ്ങളിൽ നിന്നും ഫണ്ട് പിരിച്ച് വലിയ ഫണ്ട് വി.ഡി. സതീശന് കൊടുക്കുന്നത് എന്ന ആ വിവാദമുണ്ടായ ആ സ്ഥാപനം തന്നെയാണ് ഈ പരിപാടിയുടെയും സ്പോൺസർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടി? ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ ഈ സുപ്രധാനമായ സമയത്ത് 2.5 കോടി കൊടുത്ത് ഈ അവാർഡ് മേടിക്കുക എന്ന് പറയുന്നത് വലിയ നഷ്ടമല്ല ഈ സതീശനെ സംബന്ധിച്ചോളം. കാരണം ഇവന്റെ കയ്യിൽ ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരന്മാരിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണമുള്ള
ആളാണ് ഈ വി ഡി സതീശൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. മലയാള മനോരമ എന്ന ഒരു നൂറ്റാണ്ടിലധികം പാരമ്പര്യവും പഴക്കവുമുള്ള ഈ പത്രത്തിന്റെ മാന്യതയുമാർ വിറ്റ് തുലയ്ക്കുകയായിരുന്നു ഈ അവാർഡ് കച്ചവടത്തിലൂടെ എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. നിങ്ങൾ ഓർത്തു നോക്കുക, സതീശന് അവാർഡ് ഒരുക്കാൻ വേണ്ടി ഇവർ ആദ്യമേ ഒരു 10 പേരുടെ ആളുകളെ പ്രഖ്യാപിച്ചു. അതിൽ പ്രധാനികൾ ആരൊക്കെയായിരുന്നു? അരുന്ധതി റോയ് 2025 അവരെന്ത് വാർത്തകളിലാണ് ഇടം പിടിച്ചത്? അതല്ലെങ്കിൽ അത്രയും പ്രയോറിറ്റി നമ്പർ 1 വരാൻ പറ്റാവുന്ന തരത്തിലുള്ള എന്ത് പ്രവർത്തനമാണ് അരുന്ധതി റോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? അതുപോലെ എം എ ബേബി എങ്ങനെ, ഓക്കെ പോട്ടെ, എം എ ബേബി, പിന്നെ ബിനോയ് വിശ്വം, ഡോക്ടർ ഹാരിസിന്റെ പിന്നെയും പറയാം. ആ ഡോക്ടറെ സംബന്ധിച്ചുള്ള ഒരു സാധാരണ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു യൂറോളജി വിഭാഗത്തിന്റെ മേധാവിയായിരുന്ന അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അദ്ദേഹത്തെ നമുക്ക് വിസ്മരിച്ചുകൂടാ. അതുപോലെ പ്രിയദർശന്റെ മകൾ കല്യാണി, അതുപോലെ അഭിനയ തൊഴിലാളി സംഘടനയുടെ ഒരു നേതാവായിട്ട് തിരഞ്ഞെടുത്ത ശ്വേതാ മേനോൻ, അതുപോലെ സൽമാൻ നിസാർ, ശിവൻകുട്ടി, അഭിനേതാവ് പ്രകാശ് വർമ്മ, ഇങ്ങനെ 10 പേരെയായിരുന്നു. കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത, ഒരു ഗുണവും മണവുമില്ലാത്ത ഒരു 10 പേരെ ആദ്യമേ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വോട്ടെടുപ്പിലൂടെ അവസാനം വന്ന ഫൈനലിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഇവർ അവതരിപ്പിച്ചത് 4 പേരെയാണ്. അതിൽ ആരൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് ബിനോയ് വിശ്വം. ഇതുപോലൊരു ഗുണവും മണവും ഇല്ലാത്തൊരു നേതാവിനെ കേരള ജനത കണ്ടിട്ടുണ്ടോ? ഇയാൾ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അവസാനം എന്ത് സംഭവിച്ചു? വലിയണ്ണൻ കണ്ണുരുട്ടിയപ്പോൾ വാലും മടക്കി നിന്ന ആ ബിനോയ് വിശ്വം ന്യൂസ് മേക്കറിൽ അവസാന 4 കണ്ടസ്റ്റന്റിൽ ഒരാളായി മാറി. പിന്നെ ശ്വേതാ മേനോൻ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ശ്വേതാ മേനോൻ ആരാണെന്ന്. അതുപോലെ തന്നെ വി ഡി സതീശൻ, സൽമാൻ നിസാർ ക്രിക്കറ്റർ. ഇവരാണോ യഥാർത്ഥത്തിൽ കേരളത്തിലെ കഴിഞ്ഞ വർഷത്തെ വാർത്തകളിൽ, തലക്കെട്ടുകളിൽ ഇടം നേടിയവർ? എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലുള്ള സകല ജനങ്ങൾക്കും അറിയാം, മാസങ്ങളോളം ഒരു ഹെഡ്ലൈൻ ഹിറ്ററായി നിന്ന ഒരാളായിരുന്നു. അയാളോട് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല എങ്കിൽ പോലും ആരായിരുന്നു? പി വി അൻവർ കൊളുത്തിവിട്ട വിവാദമായിരുന്നു മാസങ്ങളോളം കേരളത്തിൽ നിന്ന് കത്തിയത്. വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ഇടം മേടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു പി വി അൻവർ. അയാൾ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും അയാൾക്ക് ആ വിവരങ്ങൾ കൊടുത്തവർ ആ തെളിവുകൾ അയാളുടെ കയ്യിൽ നൽകാത്തത് കൊണ്ട് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും അത് വലിയ വിവാദമായിരുന്നു. ഇവിടുത്തെ സകല മാധ്യമങ്ങളും അതിന് വലിയ പ്രാധാന്യം നൽകി മാസങ്ങളോളം വലിയ വിവാദം കത്തി നിന്നു. അതിനൊടുവിൽ MLA സ്ഥാനം രാജിവെക്കുന്നു. MLA സ്ഥാനം നിന്ന് അദ്ദേഹം പിന്നീട് ഒറ്റയ്ക്ക് നിന്ന് ചിഹ്നംവിളിയുമായി ഓടി നടക്കുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിക്കുന്നു, ആളെ കൂട്ടുന്നു. അവസാനം ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. വലിയ മോശം വരാത്ത തരത്തിലുള്ള ഒരു വോട്ടുകൾ അദ്ദേഹം പിടിക്കുന്നു. അതിനുശേഷം ഇപ്പോഴും ബേപ്പൂരിൽ മരുമോനെതിരെ അയാൾ നിൽക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും ഇപ്പോഴും ചവിട്ടിത്താത്താൻ ശ്രമിച്ച എങ്കിലും പി വി അൻവർ ഇന്നും വാർത്തകളിൽ ഇടം നേടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ 2025 എടുത്തു കഴിഞ്ഞാൽ പി വി അൻവർ എന്നൊരു വ്യക്തിത്വം നമുക്ക് വിസ്മരിക്കുവാൻ സാധ്യമല്ല. മലയാള മനോരമ ആദ്യ 10 പേരിൽ ഒരാളായി പോലും പി വി അൻവറിനെ പരിഹരിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇത് കച്ചവടം ഉറപ്പിച്ച ശേഷം, വി ഡി സതീശനുമായിട്ട് കച്ചവടം ഉറപ്പിച്ച ശേഷം അയാളുടെ ഇംഗിതപ്രകാരം, അയാളുടെ താല്പര്യപ്രകാരമാണ് ഈ മനോരമ എന്ന് പറയുന്ന ഈ അധമ പ്രസ്ഥാനം ഇപ്രകാരം ഒരു ഫൈനലി ഇവരുടെ കണ്ടസ്റ്റന്റിനെ പോലും തീരുമാനിച്ചത് വി ഡി സതീശന്റെ ഇംഗിതപ്രകാരമാണ് എന്നതിനുള്ള ഏറ്റവും നല്ലൊരു തെളിവാണ് ഇത്. രണ്ടാമത് നമുക്കറിയാം ആരാണ്? പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ യുവമാരെല്ലാം ചെളിവാരി എറിയുവാനും കരിവാരി തേക്കുവാനും നശിപ്പിക്കുവാനും ശ്രമിച്ചു എങ്കിൽ പോലും, ഒരു നെഗറ്റീവായ ക്യാമ്പയിൻ ആയിരുന്നു എങ്കിൽ പോലും, ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ ഇടം നേടിയ, പ്രിന്റ് മീഡിയ ആണെങ്കിലും ശരി, വിഷ്വൽ മീഡിയ ആണെങ്കിലും ശരി, ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. രാഹുലിനെ തീർക്കുവാനുള്ള ഒരു കൊട്ടേഷന്റെ, അതും ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ നാണം കെട്ടവന്റെ പണം മേടിച്ച് ഈ കേരളത്തിലെ മാധ്യമ പ്രസ്ഥാനങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്ന് പാർട്ടി വ്യത്യാസമില്ലാതെ നടത്തിയ ഒരു ക്യാമ്പയിൻ. അതിലെ ഇരയായ
രാഹുൽ മാങ്കൂട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ന്യൂസ് മേക്കർ ഏറ്റവും സ്വഭാവശുദ്ധിയുള്ള അല്ലെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒന്നുമല്ലല്ലോ ടൈറ്റിൽ. ന്യൂസ് മേക്കർ ഒരു വാർത്തകൾ സൃഷ്ടിച്ചതിൽ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഒരു പരിഗണന വെച്ച് നോക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ 10-ൽ ഒരാളായിട്ടെങ്കിലും ഇടം പിടിച്ചു എങ്കിൽ നമുക്കിത് വിശ്വസിക്കാമായിരുന്നു. ഈ 10-ൽ ഒരാളായി പോലും രാഹുൽ മാങ്കൂട്ടത്തെയും ഈ മാധ്യമം പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ സതീശന്റെ നാണം കെട്ടവന്റെ പണം മേടിച്ച് തിന്നിട്ട് ഈ പണി ചെയ്തതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിലുള്ള ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് മലയാള മനോരമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ അക്ഷരങ്ങളിൽ വിഷം പുരട്ടി ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയായി പോയി. ഇതോടുകൂടി ഈ 2025 ന്യൂസ് മേക്കർ എന്ന് പറയുന്ന ഈ പരിപാടിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ദയവായി ഇനി ഈ നാണം കെട്ട പരിപാടിയുമായി നിങ്ങൾ വരരുത്. അതുപോലെ ഇവരുടെ പാനലിസ്റ്റുകളായിട്ടിരിക്കുന്ന ഒരാളുകളെ നോക്കി ഒരു പാവപ്പെട്ട ഫിലമെന്റ് അടിച്ചു പോകാറായ 2 സെബാസ്റ്റ്യൻ പോളും പിന്നെ ഒരു സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ ഒരു പാവം അപ്പൂപ്പനും പിന്നെ ആകെയുള്ള ഒരു ജോണി ലൂക്കോസും ഇവരൊക്കെയാണ് പാനലിസ്റ്റുകൾ. എന്ത് പാനലിസ്റ്റുകൾ? ഇത് മാസങ്ങൾക്ക് മുമ്പേ VD സതീശന് വേണ്ടി തിരക്കഥയും സംഭാഷണവും അഭിനേതാക്കളെയും എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് നടത്തിയ ഒരു നാടകത്തിന്റെ ഒരു ഫലപ്രഖ്യാപനമായിരുന്നു ഇന്ന് മലയാള മനോരമ നടത്തിയത് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. കേരളത്തിലെ ആ ജനങ്ങളോട് തന്നെ ഞങ്ങൾ ചോദിക്കുകയാണ്, ലോകമെമ്പാടുമുള്ള മലയാളികളിൽ ഈ VD സതീശൻ എന്ന് പറയുന്ന ആളാണോ ന്യൂസ് മേക്കർ 2025 അർഹർ എന്ന് കേരളത്തിലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ തീരുമാനിക്കുക. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യമാണ്, ലോകമെമ്പാടുമുള്ള മലയാളികളിൽ എത്ര പേർ കരുതുന്നു VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിത്വം മലയാള മനോരമയുടെ ന്യൂസ് മേക്കർ 2025 എന്ന ആ ഒരു അവാർഡിന് അർഹനാണോ? അത് പണം നൽകി മേടിച്ചതാണോ? ഇയാൾ ഇതിന് അർഹനാണോ? ഒരു ന്യൂസ് മേക്കർ അവാർഡിന് 2025 മാധ്യമങ്ങളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിത്വം എന്ന പേരിൽ അവാർഡിന് അർഹൻ ആരായിരുന്നു എന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രതികരിക്കുവാനുള്ള ഒരു അവസരമാണ് ഇത്. മലയാള മനോരമയിലൂടെ അവന്മാർ പടച്ചുവിടുന്ന വാർത്തകളെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടം മാറി ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. ഇന്ന് ജനങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള ഓരോ ജനങ്ങളുടെയും സ്പന്ദനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ പറ്റാവുന്ന അവസരം ഇന്ന് സമൂഹ മാധ്യമത്തിലുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ശബ്ദമായ സാധാരണക്കാരന് പ്രതികരിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമായ i2i ന്യൂസിൻ്റെ റിയാക്ട് ഫോർ റൈറ്റിലൂടെ നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങൾക്ക് താഴെ കാണുന്ന 9746114444 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം. പ്രിയമുള്ളവരെ, ഈ നാടകത്തോട് കാശ് മേടിച്ച് ഈ അവാർഡ് കച്ചവടം നടത്തിയ മലയാള മനോരമയോടും അതുപോലെ തന്നെ ഈ പണം കൊടുത്ത് ഈ പദവി മേടിച്ച് ഞെളിഞ്ഞു നിൽക്കുന്ന ഈ VD സതീശനോടും കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഈ കള്ളക്കമ്മട്ടങ്ങൾക്കും ഈ നാടകങ്ങൾക്കും നമുക്ക് കണ്ണടച്ചു കൊടുക്കുവാൻ പറ്റത്തില്ല. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. പ്രിയമുള്ളവരെ, ഇതിനെതിരെ പ്രതികരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലോകം കേൾക്കും. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.